ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കറി വെക്കാൻ പോണത് ഇളവന്, വെണ്ടക്ക, തക്കാളി, പച്ചമുളക്, മഞ്ഞൾ, മുളക്, ഉപ്പ് ഇട്ടിരിക്കുന്ന കേട്ടോ. ഇനി നമുക്ക് രസം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചുടുവെള്ളമാണ് കേട്ടോ. ചുടുവെള്ളം എപ്പോഴും അടുപ്പത്തുണ്ടാവും. അതിനെക്കൊണ്ട് എന്താ നമുക്ക് ഗ്യാസ് കുറച്ച് ലാഭിക്കാം. ഇത് അടുപ്പത്ത് വെച്ച് വേവട്ടെ. അതുപോലെ ഞാൻ ഉപ്പേരി വെക്കാൻ പോണത് കയ്പ്പങ്ങാണ് കേട്ടോ. എന്നും പച്ചയിൽ മുറിച്ചിട്ടിട്ട് ഉള്ളി മറ്റേ പച്ചമുളകും ഉള്ളിയൊക്കെ കരിവേപ്പില ഇട്ടുകൊണ്ട് എണ്ണയിൽ വഴറ്റിയെടുക്കലല്ലേ. ഇത് അങ്ങനെയല്ല കേട്ടോ. ഇതിങ്ങനെ വേവിച്ചെടുത്തിട്ട് വെള്ളം ഒഴിക്കണ്ടേ. വേവിച്ചെടുത്തിട്ട് നമുക്ക് ഉള്ളിയിൽ വറവിടണം കേട്ടോ. ചെറിയ ഉള്ളിയിൽ വറവിടണം. വേവട്ടെ. നമ്മളെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ വേവാണ്ട് നല്ലോണം തിളച്ച് വേവട്ടെ മക്കളെ. കേട്ടോ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ഇടാണ്ടിട്ട തേങ്ങ പഴുതി ആട്ടിയിട്ടേ ഉള്ളൂ. മറ്റേ നമ്മൾ വലിയ ജാറിൽ എന്താ അറിയില്ല, ആടണില്ല. അപ്പം ഞാൻ ഇതിലാട്ടിയതാണ്. കുറച്ചും കൂടെ ഉണ്ട് തേങ്ങ ആട്ടാൻ. ഇതൊന്ന് തിളച്ച് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പം ഇതിന് ബാക്കി ഞാൻ ആട്ടി ഇപ്പം ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില നമുക്ക് പച്ചക്കറിയിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഉള്ളി തേങ്ങ കൂടെ ആട്ടിയതാട്ടോ. മറ്റേ ആദ്യത്തെ ഉള്ളി ഇട്ടിട്ടില്ല. അതൊന്ന് നല്ലോണം തിളക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. തിളക്കട്ടെ. ഇതാ മക്കളെ, ഇത് തിളച്ചിതാ ഇറക്കി വെക്കുകയാണ്. സിലേറന്മാരി ഞാൻ വറവിടാൻ പോവാണ് കേട്ടോ. വറവിടട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് പച്ചക്കറി വറവിടാം. അത് കഴിഞ്ഞിട്ട് മീൻകറി വറവിടാം. മൂടി വെക്കാണ്ട് തുണിഞ്ഞാലോ. വെട്ടാൻ ഞാൻ ഇതിലേക്ക് 2 മണി ഉലുവ ഇട്ടിട്ടുണ്ട്. വെറും 2 മണി ഇട്ടാൽ കൂടുതൽ ഇടാൻ പറ്റില്ല. കാരണം കൂടുതൽ ഇട്ടാൽ കഴിക്കും. പിന്നെ ഇതാ വറ്റൽമുളകും കടുകും ഇതൊക്കെ. വറ്റൽമുളകും കടുകാണിത്. ഇട്ടിട്ട് ഒന്നിലെ 10 ഇവിടെ വാ പാട്ടുട്ടി. ഇവിടെ വാ പാട്ടുട്ടി. അടി പൊട്ടുന്നുണ്ട്. മുള്ളും പൊട്ടി കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി കംപ്ലീറ്റ്. അങ്ങനെ രസം കരിവേപ്പില ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഏത് തോന്നിക്കാനാദ്യം. ഇത് കയ്പക്ക തോന്നിക്കാനാട്ടോ. കയ്പക്കയിലേക്ക് വെറും ഉള്ളി മാത്രമേ ഇട്ടുള്ളൂ. ഉള്ളി അതിൽ ചതച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര കുഞ്ഞു പാത്രമുണ്ട് കാര്യം. അങ്ങനെ അതൊക്കെ നമ്മൾ ഉള്ളി ചതച്ച് വെച്ചിട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ. സ്മേറമാണ് ചെറിയ ഉള്ളിയാണ് ഇട്ടെടുത്തത്. ചെറിയ കുഞ്ഞുള്ളിയാണ്. നല്ലോണം കിടന്ന് നെയ്യട്ടെ. വേറെന്താ വിശേഷം കുഞ്ഞുമക്കളെ? സുഖമാണോ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. സുഖവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ നമ്മൾ മറ്റേ കറി മുടി വെക്കാം. മീനില്ല കേട്ടോ. മീനും മീൻകറിയൊന്നുമില്ല. അന്ന് പച്ചക്കറിയും മറ്റേ കയ്പങ്ങ പൊരിച്ചതും അല്ല സോറി കയ്പങ്ങ മുളക് കയ്പങ്ങ ഉപ്പേരി വെച്ചതും അവർക്ക് സ്രാവ് പൊരിച്ചതാണ് കേട്ടോ. അങ്ങനെ പോട്ടെ. ഒന്നുകൂടി നല്ലോണം മൊരിയട്ടെ. അങ്ങനെ ഇതാ കരിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് മൊരിയട്ടെ. കരിവേപ്പിൻ്റെ ഇല ഇത് നമുക്ക് ഉപ്പേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രസമാണ് കേട്ടോ. ഉള്ളിയിലിട്ട് തൂങ്ങിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അതും കഴിഞ്ഞ് നമുക്ക് ലേസം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ലേസം മതി കേട്ടോ, കൂടുതൽ വേണ്ട. എന്നിട്ട് ഉണക്കസ്രാവ് വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ. ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഉപ്പ് പോകണം. അല്ലാണ്ട് നമുക്ക് ഉപ്പ് കൂട്ടാൻ പറ്റാത്തവർക്കൊക്കെ കേടാണല്ലോ.
ഞാനതൊന്നും നോക്കൂല കേട്ടോ, എനിക്ക് ഉപ്പൊക്കെ ഇഷ്ടമാണ്. മൂപ്പർക്ക് തീരെ ഉപ്പ് പറ്റൂല, നമുക്കൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ പിന്നെ ഒന്ന് ഇങ്ങനെ മതി വിചാരിച്ച്, കുറേ കാലമായില്ലേ ചോറും ബിരിയാണിയും മന്തി മീനോട് മീൻ ഇറച്ചി. അപ്പം ഇന്നിങ്ങനെ ആവട്ടെ വിചാരിച്ച്. ഇനി അതിങ്ങനെ കിടന്നൊന്ന് വേവട്ടെ. കുറച്ച് ഇട്ടിട്ടുള്ള മതി. ഇതിൽ മഞ്ഞളും മുളകും ഒക്കെ തേച്ച് പൊരിക്കട്ടോ, അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിങ്ങനെയാണ് പൊരിക്കുന്നത്. മഞ്ഞളും മുളകും തേച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എനിക്കിപ്പോൾ അങ്ങനെ മതിയും കഴിച്ചു. വേണേൽ ലാസ്റ്റ് ഒന്ന് ഉള്ളിലും മറ്റേ എന്താ പറയുക മുളക് പൊടി ഇട്ടിട്ട് ഇതിട്ടാൽ അത് വെന്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒരു ലേസം മുളക് പൊടി ഇങ്ങനെ ഇട്ടെടുത്താൽ മതി. അപ്പോൾ പിന്നെ വല്ലാണ്ട് മുളക് കരിയൂല്ല. ഞാൻ വേണ്ട വിചാരിച്ചു, അങ്ങനെ തന്നെ പൊരിക്കുക വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.